ഹലോ, നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. ഒരു ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗിൽ തുടങ്ങുന്നത് ആ രീതിയല്ലേ പിന്നെ പറയുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. ഒരു വീഡിയോ ചെയ്യണം, പല രീതിയിലുള്ള വീഡിയോ ചെയ്ത് പുതിയതായൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതെന്ത് പറയുന്നത്, ഇപ്പം നമ്മൾ പലതിലും പറഞ്ഞു കേട്ടതും രാവിലെ എഴുന്നേൽക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ്. രാവിലെ എഴുന്നേൽക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് അതിൻ്റെ മുന്നേ രാത്രി കിടക്കാൻ നേരത്തെ കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ രാവിലെ കൂടുതൽ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. എല്ലാവരും കുറച്ച് കൂടുതൽ ഉറങ്ങുന്ന ആളുകളാണ്. ഇപ്പോൾ യോഗാവസ്ഥയിലുള്ള ആൾക്കാരൊക്കെ 2-3 മണിക്കൂറാണ്. നമുക്ക് കുറച്ച് ഉറങ്ങണം, അത് നിർബന്ധമാണ്. അപ്പോൾ രാത്രി നേരത്തെ തന്നെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ മനസ്സിനെ ശാന്താക്കിയിട്ട് രാവിലെ എഴുന്നേൽക്കണം എന്നുള്ള ഒരു 2 ദിവസം കൊണ്ട് ചിന്തകൾ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പറ്റും. ഇതൊക്കെ ഓരോരുത്തരും ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് അങ്ങനെ മനസ്സ് ശാന്തായിക്കൊണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ഒരൊറ്റ ദൃഢനിശ്ചയത്തോടെ കിടക്കുക. മനസ്സിങ്ങനെ പറയുക, രാവിലെ എഴുന്നേൽക്കണം, എൻ്റെ മനസ്സ് ശാന്താണ്, ഞാൻ ഉറങ്ങാൻ പോകുന്നു, എല്ലാ ചിന്തകളും വിട്ട് ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത രാവിലത്തെ പശ്ചിഷ്ടം രാവിലെ 3:30 മുതൽ 5:30 വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തം എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലത കിട്ടുന്ന സമയമാണ്. ലോകത്തിലെ വിജയിച്ച എല്ലാ ആളുകളും ഈ സമയത്ത് എഴുന്നേറ്റിരുന്നു ചരിത്രം പറയുന്നു. പല ആൾക്കാരുടെ പേരുകൾ എടുത്തു പറയേണ്ട. പല ആളുകളും ലോകത്തിലെ വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിയ ആളുകൾ, എല്ലാവരും വിജയിച്ച ആളുകൾ രാവിലെ 3:30 മുതൽ 5:30 വരെയുള്ള സമയത്ത് എഴുന്നേറ്റിരുന്നത് ചരിത്രം പറയുന്നു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ ചരിത്രത്തിൽ പലരും വരും പോവും, പക്ഷെ വരുന്ന തലമുറയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും ചരിത്രത്തിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ പോവാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഊർജ്ജസ്വലത കിട്ടും. അപ്പോൾ നമ്മളൊരു ഉഷാറായിട്ട് എനർജിക്കായിട്ട് വിചാരിക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പം തന്നെ ആ മനസ്സ് പിന്നെ ഉറങ്ങാതെ പിടിച്ചു നിർത്തി തന്നെ ഊർജ്ജമുള്ള സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുക, നമ്മൾ ഊർജ്ജസ്വലത കരുത്തോടെ മുന്നോട്ട് പോവാണ്. ബാക്കി പച്ചവെള്ളം കുടിക്കുന്ന രാവിലെ കുടിച്ചാൽ നന്നാവും. കാരണം കുടിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊരു നല്ല ഇത് കിട്ടും. കുറച്ച് വെള്ളം കുടിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മോക്ക കഴുകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രാവിലെ നമ്മൾ ഞാൻ വിജയത്തിൻ്റെ ചവിട്ടുവടിയിലേക്ക് പോവുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും വിജയിക്കും, ഊർജ്ജസ്വലത്തിൽ മുന്നോട്ടാണ്. ഞാൻ പോസിറ്റീവ് തോട്ട്സ്, ഞാൻ മുന്നോട്ട് എന്താ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവും, എൻ്റെ എല്ലാം ശരിയാവും. അങ്ങനെ ചിന്തിച്ചു. 2-3 പ്രാവശ്യം വേണമെങ്കിൽ ശ്വാസം വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ വെച്ച് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ കുറച്ച് നേരം 3 പ്രാവശ്യം ശ്വാസം വലിക്കുക, പുറത്തേക്ക് എടുക്കുക, അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. പിന്നെ ഞാൻ പറയുന്നത്, നമ്മളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് കയറി നോക്കുക. എല്ലാവരും ചെയ്ത് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുക. ആദ്യം ചിന്തിച്ചെടുത്താൽ മതി. പിന്നെ പ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് എടുക്കുന്നു. സൂര്യൻ്റെ 8 വർഷം എടുക്കുന്നു. ഇങ്ങനെ അനന്തകോടി നക്ഷത്രങ്ങൾ ചേർന്നാണ് ഗാലക്സി. എത്രയോ അനന്തകോടി നക്ഷത്രങ്ങൾ ചേർന്നാണ് മിൽക്കി വേ. പ്രപഞ്ചം വളരെ വലുതാണ്. ഈ വലിയ പ്രപഞ്ചം സൂര്യൻ തന്നെ അണുവാണ്, ഭൂമി അണുവാണ്, മനുഷ്യൻ്റെ കഥ പറയാനില്ല. അപ്പോൾ അതൊരു യൂണിവേഴ്സിലേക്ക് നമ്മളങ്ങനെ കയറി നിൽക്കുക. പ്രപഞ്ചത്തിൻ്റെ ഫീൽഡ് നമ്മളെടുത്ത് എല്ലാവരും ഉണ്ട്. അതിലേക്ക് നമ്മൾ കയറി നിന്നുകൊണ്ട് ആ ബോധത്തിലേക്ക് നിൽക്കുക. എന്നിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേറെ ഒക്കെ ചെയ്യാം. സൂര്യൻ കത്തിജ്വലിക്കുന്ന സൂര്യനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരു 9 നാമങ്ങളുടെ സൂര്യസൂക്തം കണ്ടിരിക്കുക. ബാക്കിയൊന്നും ചിന്തിക്കേണ്ട, പിന്നെ രാവിലെ പോയിക്കോട്ടെ. അനന്തശക്തിപൂർണ ശ്രീലാദിത്യായ നമോ നമ, അഗ്രഗണ്യായ വിശ്വജ്വലഗ്നിരൂപായ തേ നമ, ഗ്രഹനാഥായ രുദ്രായ ഗുരുനാഥായ തേ നമ, കണനാഥായ ഭദ്രായ ഗുണനാഥായ തേ നമ, സപ്തവർണ്ണ പ്രഭാചാല പ്രഭവായ നമോ നമ, സർഗശക്തി കലാകേളി പ്രഭാവായ നമോ നമ, പിംഗളാരുണ സൗവർണ സ്വരൂപായ നമോ നമ, മംഗളാനന്ദ സൗഭാഗ്യ സുഗതായ നമോ നമ, ആയുരാരോഗ്യ സഞ്ജീവന ഔഷധീശായ തേ നമ, അന്നപൂർണായ ഭർഗായ ഭൂതനാഥായ തേ നമ, പരായ പ്രണവാകാര പ്രദീപ്തായ നമോ നമ, മൂർത്തിസർവസ്വരൂപായ ശത്രുഘ്നായ നമോ നമ, മൃത്യുഞ്ജയായ മിത്രായ മാർത്തണ്ഡായ നമോ നമ, സർവസിദ്ധി മഹാരത്നദാഥമായ നമോ നമ, താരക ബ്രഹ്മരൂപായ തപനായ നമോ നമ, ഗായത്രീ മന്ത്രരൂപായ ഗംഭീരായ നമോ നമ, മഹേശായ മഹാകാല പുരുഷായ നമോ നമ, മയൂഖ ഗഡ്ഗലീലായ സൂര്യദേവായ തേ നമ. മനുഷ്യന് ഭൂമിയിൽ ചെയ്യാവുന്ന വിഗ്രഹാരാധന സൂര്യനെന്ന അഗ്നിഗ്രഹത്തെ ജ്വലിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ മനസ്സകണ്ട് കത്തിപ്പിടിച്ചുകൊണ്ട്
മനസ്സാണ്ട് ശാന്തമായി കത്തിപ്പിടിക്കും. മറ്റു ചിന്തകളും ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളും ഇങ്ങനെ ഉണ്ട്. കത്തിക്കയറി നമ്മളാണ്ട് മുന്നോട്ട് പോകും. ഒറ്റ പോക്ക് കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് ചെയ്യാം. എക്സെപ്ഷൻ ചില കേസുകൾ ഉണ്ടാവില്ല, അതില്ലാത്തവരാരുമില്ല. പക്ഷേ ഇതൊരു നല്ല മാർഗദർശനമായിട്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങളെ യാത്ര, ഇന്നത്തെ യാത്ര ശുഭകരമാകത്തെ. എല്ലാവരും നന്നായിട്ട് കണ്ടുപോട്ടെ. ഓക്കെ.